നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. ഞാൻ പോളിസി ബസാറിലാണ് വർക്ക് ചെയ്യുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. ഞാനൊരു കസ്റ്റമർ അപ്പോയിൻമെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണമാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയത്. ഇപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് വെളിയിൽ വന്നത്. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഇൻഷുറൻസ് വാങ്ങിച്ചു. ഒരു വിഡോ ആയിരുന്നു. ഒരു ആക്ച്വലി വന്നിട്ട് അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു റീസെൻ്റ്ലി മരിച്ചു പോയതായിരുന്നു. സോ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. അവർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അവർക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. അവർ ആക്ച്വലി വന്നിട്ട് അവർക്ക് നിവ ബുപ്പല ഒരു പ്ലാൻ വാങ്ങി, ഇൻഷുറൻസ് വാങ്ങി. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവർ ഇൻഷുറൻസ് വാങ്ങുന്നത് തന്നെ. കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ആയതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ ഇൻഷുറൻസ് വാങ്ങാതിരുന്നത്. 65 വയസ്സായ അവർക്ക് 65 വയസ്സുണ്ട്. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തു അപ്പോയിൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം. സോ എല്ലാം കഴിഞ്ഞ് പ്രൊപ്പോസൽ ഫോം ഫിൽ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഒരു പേയ്മെൻ്റ് എല്ലാം ചെയ്ത് ഇൻഷുറൻസ് കൊടുത്ത് എങ്ങനെയാണ് എല്ലാ അടുത്ത വെരിഫിക്കേഷൻ എല്ലാം എങ്ങനെയാണെന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാനിപ്പോഴാണ് വെളിയിൽ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ശരി നമുക്കൊരു ഇന്നത്തെ ഒരു വീഡിയോ സെഷൻ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എനിവേ നിങ്ങൾ പ്ലീസ് സ്റ്റേ വിത്ത് മീ, ഓക്കെ? ഞാൻ ഉടനെ തന്നെ അടുത്ത കസ്റ്റമർ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ അടുത്ത കസ്റ്റമർ വന്നിട്ട് 9 കിലോമീറ്റർ അപ്പുറത്താണ്. 9 കിലോമീറ്റർ എന്ന് വെച്ചാൽ 9 കിലോമീറ്റർ. സോ കസ്റ്റമർ നിയർ ബൈ ലൊക്കേഷൻ ഇതാണ് കാണിക്കുന്നത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് കസ്റ്റമർ ഉള്ളത്. സോ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. സോ അവിടുന്ന് നമുക്ക് എന്നാ സംഭവിക്കാൻ നോക്കാം. നമസ്കാരം. ഞാൻ ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് കസ്റ്റമറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല. ആദ്യം ഞങ്ങളുടെ കമ്പനി നമ്പറിൽ നിന്ന് വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല. പിന്നെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചു നോക്കി. പേഴ്സണൽ നമ്പറിൽ വിളിച്ചാലെങ്കിലും എടുക്കുമെന്ന് ഓർത്തു. പക്ഷേ കസ്റ്റമർ എടുക്കുന്നില്ല. സോ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത കസ്റ്റമറുടെ അടുത്തേക്ക് പോകുക, അതല്ല വേറെ രക്ഷയില്ല. സോ അടുത്ത കസ്റ്റമർ ഒരു 20 കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത്. അതും ഈ 2 മണി സ്ലോട്ടിലാണ് ഈ കസ്റ്റമർ. 2 മണി സ്ലോട്ടിലാണുള്ളത്. 2 to 4 ആ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ചെല്ലുക, പോയി കാണുക. കസ്റ്റമർ വന്ന് ലൊക്കേഷൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കസ്റ്റമറുടെ കറക്റ്റ് ലൊക്കേഷൻ പിന്നായതുകൊണ്ട് വിളിക്കാതെ പോകുന്നതാണ് ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് പോയാൽ ശരിയാകത്തില്ല. വിളിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ കസ്റ്റമർ അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി കസ്റ്റമറുടെ കമ്പനിക്കൊരു ഇതിൻ്റെ ഒരു തെളിവ് കൊടുക്കണം. നമ്മൾ കസ്റ്റമറെ പോയില്ല കസ്റ്റമറെ വിളിച്ചെന്നുള്ളത്. അത് പിന്നെ കസ്റ്റമറെ നമ്മൾ കമ്പനി നമ്പറിൽ നിന്ന് പിന്നെയും വിളിക്കേണ്ടി വരും. എന്നാലേ കമ്പനിക്ക് അതൊരു തെളിവാകത്തുള്ളൂ. അതുകൊണ്ട് പോയിട്ട് വിളിക്കുന്ന പിന്നെ ആ ലൊക്കേഷനിൽ പോയിട്ട് വിളിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ ഉള്ളത് സുന്ദരാപുരത്താണ്. സുന്ദരാപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തന്നൂരായി. ഉക്കടം കഴിഞ്ഞിട്ടായിരുന്നു സുന്ദരാപുരം കഴിഞ്ഞാൽ പോത്തന്നൂരായി. സോ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവർ കയറി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ പോത്തന്നൂരിലേക്കുള്ളത് എൻ്റർ ആകുന്നതായിരിക്കും. ഇവിടുന്ന് തന്നെ ഞാനിപ്പോൾ ഉള്ളിടത്തു നിന്ന് ഒരു 13 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്താലേ കസ്റ്റമർ പ്ലേസിൽ റീച്ച് ആകത്തുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു വന്നത്. ഞാൻ മറുപടി റെക്കോർഡ് ചെയ്തത്. സോ ഇപ്പോൾ ഒത്തിരി പേര് ഇൻഷുറൻസ് നിങ്ങളെല്ലാം പരസ്യം കാണുന്നതായിരിക്കും. പോളിസി ബസാറിൻ്റെ പരസ്യം കാണുന്നവരായിരിക്കും. പരസ്യം കാണുമ്പോൾ പറയും 450 രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടും, ഇല്ല 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് വാങ്ങിക്കാൻ തന്നെ എല്ലാം പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നതായിരിക്കും. സോ ഈ പരസ്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ 450 രൂപ 18 വയസ്സായ ഒരാൾ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ ഉള്ള എമൗണ്ടാണ്, അതായത് മാസമുള്ള എമൗണ്ടാണ്. പക്ഷേ 18 വയസ്സുള്ള ഒരാൾ, അതായത് ഒരു അഡൽറ്റ്, ഇപ്പോൾ ആണായാലും പെണ്ണായാലും, ആ ഒരാൾ വന്നിട്ട് നമുക്ക് ഒരു ഇൻഷുറൻസ് വാങ്ങുമ്പോൾ 450 രൂപയ്ക്ക്, പക്ഷേ 450 രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. മാസം 450 രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. ആ ഒരു ഓപ്ഷൻ അവർ എടുത്തു കളഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 10,000 രൂപ മിനിമം പ്രീമിയം, അതായത് 10,000 രൂപ മിനിമം പ്രീമിയം വെച്ചാലേ നമുക്ക് ആ മന്ത്ലി ഓപ്ഷൻ കമ്പനി തരത്തുള്ളൂ. ആ മന്ത്ലി ഓപ്ഷൻ കമ്പനി വന്നിട്ട് സിബിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്യാതെ, സിബിൽ സ്കോർ ഇല്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും അത് മന്ത്ലി മോഡിൽ ഓപ്ഷൻ മേടിക്കാം. പക്ഷേ 10,000 രൂപ പ്രീമിയം ഉണ്ടായിരിക്കണം. 10,000-ൽ താഴെയുള്ള പ്രീമിയത്തിന് മന്ത്ലി മോഡ് കിട്ടത്തില്ല.
അതുപോലെ തന്നെ ഈ മന്ത്ലി മോഡിൽ ഇൻഷുറൻസ് വാങ്ങുന്നതിന് വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. മന്ത്ലി മോഡിൽ ഇൻഷുറൻസ് വാങ്ങിച്ച് ഇപ്പം നിങ്ങളൊരു 1000 രൂപ മന്ത്ലി മാസം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 മാസം കെട്ടിക്കഴിഞ്ഞ് പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നിങ്ങൾ ക്ലെയിമിന് കൊടുക്കുകയാണ്. ക്ലെയിമിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ കമ്പനിക്ക് കെട്ടാനുള്ള, അതായത് പ്രീമിയത്തിൽ മിച്ചം കെട്ടാനുള്ള എമൗണ്ട് കെട്ടാതെ നിങ്ങൾക്ക് ക്ലെയിം കിട്ടത്തില്ല. ചില കമ്പനികൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്ലെയിം എമൗണ്ട് നിങ്ങളുടെ ക്ലെയിം എമൗണ്ട് അല്ല, ഈ മിച്ചം നിങ്ങൾ അടയ്ക്കേണ്ട പൈസ ഈ ക്ലെയിം എമൗണ്ടിൽ നിന്ന് തന്നെ പിടിച്ചിട്ടേ നിങ്ങൾക്ക് ക്ലെയിം വരത്തുള്ളൂ. ആ സമയത്ത് എന്നാകുമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്ലെയിം എമൗണ്ട് മിച്ചം ഇരിക്കേണ്ട ക്ലെയിം എമൗണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും. അതാണ് സംഭവിക്കുന്നത്. സോ മിക്ക ആൾക്കാരും ഇത് മന്ത്ലി മോഡിലാണ് ഇപ്പോൾ ഇൻഷുറൻസ് വാങ്ങാറുള്ളത്. പക്ഷേ ഇതിനകത്തൊരു എന്തുകൊണ്ടാണ് ഇവർ മന്ത്ലി മോഡിൽ വാങ്ങുന്നതെന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. പക്ഷേ എന്നാന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും, ഞാനിപ്പോൾ പോകുന്ന പല കസ്റ്റമറും, ഒരു 80% കസ്റ്റമറും ഹോം ലോണ്, പിന്നെ കാർ ലോണ്, ബൈക്ക് ലോൺ, ഇങ്ങനെയുള്ള ലോണുകളുടെ ഒരു 5-6 ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ മെയിൻ ഹോം ലോണാണ് ഇവർക്ക് ഏറ്റവും വലിയ തലവേദന. ഈ ഹോം ലോണ് ഇവർ ചിലപ്പോൾ 20 വർഷത്തേക്ക് 30 വർഷത്തേക്ക് ഒന്നിച്ചായിരിക്കും എടുത്തിരിക്കുന്നത്. ഒരു പബ്ലിക് സ്റ്റേറ്റസിന് വേണ്ടിയാണ് ഇവർ വീട് മേടിക്കുന്നത്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി വീട് മേടിക്കുന്നതായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾക്കൊരു വീടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഹോം ലോണിൽ വീട് മേടിക്കും. വീട് മേടിച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് ഇതിനകത്ത് ശരിക്കുള്ള ട്രാപ്പ് എന്നാന്ന് മനസ്സിലാകുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരു 20 വർഷത്തേക്ക് ലോൺ എടുത്ത് 20 വർഷത്തേക്ക് ലോൺ ഇട്ട് 20 ലക്ഷം രൂപ ലോൺ മേടിക്കുന്നു. ഇവർ സത്യം പറഞ്ഞാൽ ഇവർ കണക്ക് കൂട്ടി നോക്കിയിരുന്നെങ്കിൽ ഇതിനകത്ത് എന്നാ സംഭവിക്കുന്നവർക്ക് മനസ്സിലായേനെ. കാരണം 20 ലക്ഷം രൂപ നിങ്ങൾ ഹോം ലോണായിട്ട് മേടിക്കുമ്പോൾ മേടിച്ച് 20 വർഷം കെട്ടിത്തീരുമ്പോൾ ഈ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 65 ലക്ഷം രൂപ 68 ലക്ഷം രൂപ എടുത്ത് നിങ്ങൾ തിരിച്ച് ബാങ്കിന് കെട്ടി വിടുന്നുണ്ട്. സോ ഈ 20 വർഷം എവിടെയും പോകാൻ പറ്റത്തില്ല. ലീവ് പോലും എടുക്കാതെ ജോലിക്ക് പോകണം. ഈ 20 വർഷം നിങ്ങളൊരു കെണിയിലകപ്പെട്ട് കിടക്കുന്ന പോലെ ആയിരിക്കും. സോ പല കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഇതുപോലെ ഹോം ലോൺ എടുത്തുകൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഓടിയിട്ടിരിക്കുന്നത്. അത് കാരണം ജോലി വിട്ട് എവിടെയും പോകാനും പറ്റുന്നില്ല. ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കിടക്കുന്ന ഒത്തിരി പേരുണ്ട് കോയമ്പത്തൂർ. അങ്ങനെയുള്ളവർക്ക് നാട്ടിലൊരു 10 ദിവസം പോയി നിൽക്കണമെന്ന് കൂടെ ആഗ്രഹിച്ചാൽ പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇത്രയും ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തലവേദന തന്നെയാണ്. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പല കസ്റ്റമറോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ മന്ത്ലി മോഡ് എടുക്കുന്നതിൻ്റെ കാര്യമേ ഇത് തന്നെയാണ്. പക്ഷേ മന്ത്ലി മോഡ് എടുത്താലുള്ള പ്രശ്നം ഇതാണ്. അടുത്ത പ്രശ്നം വരുന്നത് ക്ലെയിമിന് പോകുന്നവരേക്കും പ്രശ്നമില്ല. ക്ലെയിം വന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അതായത് ഇപ്പോൾ മെഡിക്കൽ എമർജൻസി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, മാസം അടച്ചിട്ടേ ഇരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഇങ്ങനെയുള്ള ലോണുകൾ, ഇത്രയും അധികം ലോൺ എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു വലിയൊരു കുഴപ്പമാണിത്. എന്നാന്ന് വെച്ചാൽ ഒരു ലോൺ എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓരോ ലോണുകളായിട്ട് പിന്നെ അതിന് പുറകെ പൊക്കോണ്ടേയിരിക്കും. കാരണം ഒന്നിച്ച് കൊടുത്ത് അതായത് ഒന്നിച്ചൊരു എമൗണ്ട് കൊടുത്ത് ഒന്നും മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതൊരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് ആയാലും 20,000 രൂപയുടെ പ്രോഡക്റ്റ് ആയാലും 5,000 രൂപ പ്രോഡക്റ്റ് ആയാലും ആദ്യം നിങ്ങൾ ചിന്തിക്കുന്ന ലോൺ എടുക്കുക എന്നുള്ളതാണ്. ലോൺ എടുത്ത് മാസം അടച്ച് എങ്ങനെയെങ്കിലും എടുത്ത് വിടാമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ലോണെല്ലാം വന്നിട്ട് ഒരു വലിയ ട്രാപ്പാണ്. കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജയിലിൽ നിങ്ങൾ അടയ്ക്കപ്പെടുകയാണ്. അതാണ് സത്യം. അതിൽ ഏറ്റവും പാട് പിടിച്ചൊരു പരിപാടി ഈ ഹോം ലോണാണ്. ഈ ഹോം ലോണിന് വന്നിട്ട് ബാങ്കുകൾ പലിശ മേടിക്കുന്ന 8 to 14% ഇല്ല 8 to 24% വരെ പലിശ മേടിക്കുന്ന ബാങ്കുകളുമുണ്ട്. HDFCയിലൊക്കെ നിങ്ങൾ പോയി ചോദിച്ചാൽ, ഹോം ലോണിന് വേണ്ടി നിങ്ങൾ പോയി ചോദിച്ചാൽ അവരുടെ ചാർജുകളും കാര്യങ്ങളും അവരുടെ 20 വർഷത്തേക്ക് അവരുടെ ബാങ്കിൽ നിന്ന് നിങ്ങളൊരു 20 ലക്ഷം രൂപ ലോണ് ഇട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ EMI കാൽക്കുലേറ്റർ ഉണ്ട് പൈസ ബസാറിൽ. ഈ EMI കാൽക്കുലേറ്ററിൽ അവരുടെ ബാങ്കിൽ എത്ര രൂപ പലിശ വരുന്നുണ്ടെന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എത്ര രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കുന്നുണ്ടെന്ന്. എങ്ങനെ പോയാലും ഞാൻ നോക്കിയിട്ട് 65 ലക്ഷം രൂപയ്ക്ക് മേളിൽ 20 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാൾ 20 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നുണ്ട്. 45 ലക്ഷം രൂപ മാത്രം പലിശ വരും. സോ ഇങ്ങനെയുള്ള കുരുക്കുകളിൽ പോയി ചാടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ
ഇങ്ങനെയുള്ള കുരുക്കളിൽ പോയി ചാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുകയും ചെയ്യും. നാളെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു മാസം നിങ്ങൾ ലോൺ അടയ്ക്കാൻ താമസിച്ചാൽ, ഒരു തവണ തെറ്റിച്ചാൽ പിന്നെ വേറെ കളികളിലേക്ക് മാറും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അത്രയ്ക്ക് ഒരു ഗുരുതരമായ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോയി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഹോം ലോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കെണിയാണ്. അതിൽ പോയി വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോണോ ഇല്ലെങ്കിൽ ചിട്ടിയോ എന്തെങ്കിലും, ഇല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ട് കൂടെ നിങ്ങൾ ഒരു വീട് കിട്ടിയാലും ഇത്രയും പ്രശ്നം വരത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. സോ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ മൊത്തമായിട്ടും പൈസ കൊടുത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു വർഷത്തേക്കുള്ള ഓരോ എമൗണ്ട് മൊത്തമായിട്ട് അടച്ചിട്ട് വാങ്ങുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് തലവേദന എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി ക്ലെയിം ചെയ്തെടുക്കാം. അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ശരി, ഞാൻ ഏതായാലും ഒരു 11 മിനിറ്റ് കൂടെ ഡ്രൈവ് ചെയ്ത കസ്റ്റമറുടെ പ്ലേസിൽ ചെല്ലും. അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം, എന്നാ സംഭവിക്കും നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ കസ്റ്റമർ ലൊക്കേഷൻ വന്നിട്ട് കസ്റ്റമറെ വിളിച്ചപ്പോൾ കസ്റ്റമർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഹൈദരാബാദിന് പോകാൻ വേണ്ടി ട്രെയിൻ കാത്തിരിക്കുവാണ്. അതുകൊണ്ട് കോളിലേ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു. ശരി, ഞാൻ കോളിൽ എക്സ്പ്ലെയിൻ ചെയ്തതിനിടയ്ക്ക് കസ്റ്റമറിനോട് പറഞ്ഞു, ഇന്നലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടെലികോളിംഗ് ടീമിനോട് പുള്ളി പറഞ്ഞിരുന്നതാണ് ഇന്ന് വരണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പോയിട്ട് ഇന്ന് പുള്ളി ഹൈദരാബാദിന് പോവുകയാണ്. ഹൈദരാബാദിന് പോയാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് പുള്ളിയെ വിളിച്ച് ഒരു ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ചെയ്താൽ മതി. അപ്പോയിൻമെൻറ്റ് ഇട്ടിട്ട് അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് വരുമ്പം നേരിട്ട് കണ്ട് എന്നാന്നുള്ളത് സംസാരിക്കുകയും പിന്നെ ഒരു ഇൻഷുറൻസ് വേണമെങ്കിൽ മേടിക്കുകയും ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും അവർ പറഞ്ഞില്ല. ടെലികോളിംഗ് ടീം നമ്മളോട് പറഞ്ഞില്ല. പറയാതെ ഇവന്മാരെന്നു വെച്ചാൽ നമുക്ക് അയച്ചു വിട്ടു. നമ്മൾ വന്നു വിളിച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ ഇല്ല. ഇതാണ് സംഭവിച്ചത്. സോ ഇതൊക്കെയാണ് പല സമയങ്ങളിലും സംഭവിക്കാറുള്ളത്. അത് മോസ്റ്റ്ലി ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. 80% ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം കസ്റ്റമർ ലൊക്കേഷൻ വരുന്നു, കസ്റ്റമർ വിളിക്കുന്നു, കസ്റ്റമർ ഫോൺ എടുത്തിട്ട് ഞാനില്ല, അല്ലെങ്കിൽ ഞാൻ അവൈലബിൾ, എനിക്ക് താല്പര്യമേ ഇല്ല, ഇൻഷുറൻസ് വാങ്ങിക്കാൻ താല്പര്യമില്ലെന്ന് പറയും. പക്ഷേ ഇത് നമ്മൾ ഒരു പ്രാവശ്യം പോളിസി ബസാർ ആപ്പിൽ കയറി ചെക്ക് ചെയ്താൽ അതൊരു എൻക്വയറി ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് നേരെ അടുത്ത ഇവിടേക്ക് പോകുന്നു. ടെലികോളിംഗ് ടീമിൽ പോകുന്നു. അവരെന്നാന്ന് വെച്ചാൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരത് അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് അയച്ചു തരും. ഞങ്ങൾ എന്നാ ചെയ്യുന്നത്, ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ വന്നു കസ്റ്റമറെ വിളിക്കുന്നു. കസ്റ്റമർ ഉടനെ ഞങ്ങളെ പറഞ്ഞ് ഓടിക്കും. ഇതാണ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ എന്നാന്ന് വെച്ചാൽ എടുത്തിട്ട് വേണ്ട, നോട്ട് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കസ്റ്റമറിൽ നിന്ന് ഞങ്ങൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ കോഡ് ഷെയർ ചെയ്ത് ആ കോഡ് മേടിച്ച് ഓൺലൈൻ അപ്പോയിൻമെൻറ്റായി കാണിച്ചാൽ ഞങ്ങൾക്ക് ആ ട്രാവൽ അലവൻസ് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ത്യ ഫുള്ള് പല സിറ്റികളിലും ജോലി ചെയ്യുന്ന എല്ലാ റിലേഷൻഷിപ്പ് മാനേജേഴ്സും ഇത് തന്നെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച കണക്കിൽ CNG ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും എന്നാണെങ്കിലും ആരാണെങ്കിലും ട്രാവൽ അലവൻസിൽ ഞങ്ങൾ ബാലൻസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇങ്ങനൊരു സംവിധാനം ഇല്ലെങ്കിൽ പെട്ടുപോകും, ഇവിടെ ജോലി ചെയ്യാനേ പറ്റത്തില്ല. അതും ഒരു സത്യാവസ്ഥയാണ്. സോ എന്നിരുന്നാലും നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് ഇത് തുടർന്നുകൊണ്ട് പോയി ചിലപ്പോൾ ഇപ്പോൾ ഒരു 10 കസ്റ്റമർ വന്നാൽ 7 കസ്റ്റമർ അല്ലെ 6 കസ്റ്റമർ ഇങ്ങനെയാണെങ്കിലും ഒരു 4 കസ്റ്റമറെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ആ കസ്റ്റമറെ നമ്മൾ കൺവിൻസ് ചെയ്ത് ഇൻഷുറൻസ് മേടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സോ ഏതായാലും ഇനിയും ഒരു 4 മണി സ്ലോട്ടിൽ ഒരു 2 കസ്റ്റമറുണ്ട്, 6 മണി സ്ലോട്ടിൽ ഒരു കസ്റ്റമറുണ്ട്. അതിന് പോയി നോക്കുക. ഇനി ഒരു 3 കസ്റ്റമറെ കാണാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഓൾറെഡി ഞാനിപ്പോൾ ഒരു 7-8 മിനിറ്റ് ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ഇതൊരു 3 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ അത് ഒത്തിരി വലിച്ചു നിരുന്ന പോലെ തോന്നുകയും ചെയ്യും. സോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോ നല്ലതല്ലെങ്കിൽ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് തിരുത്തി നമുക്ക് നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, എന്തായാലും നാളെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. നമസ്കാരം.